വിസ തട്ടിപ്പ് കേസിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസിന്റെ ഭർത്താവ് ജോൺസൺ അറസ്റ്റിൽ. അന്ന ഗ്രേസും പ്രതിയാണെങ്കിലും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ 4 കേസുകളുണ്ട്. വിശദാംശങ്ങളുമായി ഷഫീഖ് ഇളയോടത്ത് ചേരുന്നു. ഷഫീഖ്, ഏത് രീതിയിലായിരുന്നു ഈ തട്ടിപ്പ്? എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അന്ന. ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇൻഫ്ലുവൻസിങ് അത് ഒരു തട്ടിപ്പിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും കണ്ടെത്തൽ. UK കുടുംബ വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 44 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഈ കേസിലാണ് ഇപ്പോൾ അന്ന ഗ്രേസിന്റെ ഭർത്താവ് പിടി. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മീ അന്ന ജോൺസൺ തിന്നുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രമുഖ യൂട്യൂബറാണ് നമ്മുടെ അന്ന ജോൺസൺ. അപ്പം ഈ കഴിഞ്ഞ ദിവസം കുറേ വാർത്തകൾ കണ്ടു. വിസ തട്ടിപ്പിന് അന്ന ജോൺസൻ്റെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. യൂട്യൂബർ മുൻകൂർ ജാമ്യം എടുത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാർത്തകൾ കണ്ടു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അന്ന ജോൺസൺ അവർക്കൊരു വിസ ഏജൻസി പോലത്തെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ കുറേ പേരെ UK ഈ ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഒരു ഏജൻസി മോഡൽ. അപ്പോൾ അത് അവരുടെ എല്ലാ ഇതിലും കൊടുക്കുന്നുണ്ട്. ആഡും അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുക്കുന്നുണ്ട്, പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ കൂടി അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു യൂട്യൂബറും വ്ളോഗറും. അതുപോലെ തന്നെ മെയിൻ അവർ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന കണ്ടൻറ്റ് എന്തെന്ന് വെച്ചാൽ ഫുഡിനെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കറിയാം ഏകദേശം അവരൊരു ബിസിനസ്സും കൂടിയാണ്. ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ അവർ ബാക്കിയുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് UK വിടുന്നു. പിന്നെ ഇങ്ങനെ കുറേ നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ചിലപ്പം ചിലർക്ക് നല്ല ഇത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ചിലർക്ക് നമ്മൾ വിസ റെഡിയാക്കി കൊണ്ടുപോകുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ആ ജോലിയോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമാവും. പിന്നെ പൈസയൊക്കെ നല്ല എമൗണ്ട് മുടക്കിയാണല്ലോ വെളിയിലോട്ട് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം ചിലർക്കത് ദേഷ്യം ഇഷ്ടപ്പെടാതെ വരും, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല കിട്ടുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സ്ഥാപനം നടത്തുമ്പോൾ ചില കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഒരു പ്രശ്നമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അവർ ഇപ്പം പറയുന്ന അവർക്ക് 44 ലക്ഷം രൂപ അവർ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു കമ്മീഷനും കാര്യങ്ങളേ കിട്ടത്തുള്ളൂ. അവരെ പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും UK എല്ലാ ഇതും പേപ്പറും കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവരെ 10 വർഷത്തിന് UK ബാൻ ചെയ്തത്. അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു ഇതായത്. അപ്പോൾ അവർ എന്തോ ഡോക്യുമെൻറ്റ്സിലൊക്കെ മിസ്റ്റേക്ക് കാരണമാണ്. എന്നിട്ടാണ് അവർ പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് ഹസ്ബൻഡിനെ മാത്രം വിടുക. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരെയും കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ മാക്സിമം സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഉണ്ടായത്. അപ്പം അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും പോലീസിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് കൊണ്ടാണ് അന്നയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തത്. അപ്പം അതിനാണ് ആൾക്കാരെല്ലാം ഇത്രയും മോശമാക്കിപ്പെട്ട വിസ തട്ടിപ്പ് കേസ് വരുമ്പോൾ വിസ തട്ടിപ്പ് എന്നല്ലേ വരത്തുള്ളൂ. അവരൊരു കേസ് കൊടുക്കുമ്പോൾ വിസ തട്ടിപ്പ് എന്നേ വരത്തുള്ളൂ. എനിക്കിവിടെ മനസ്സിലായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ പോസിറ്റീവും കാണും, ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സും കാണും. അപ്പം ഈ കേസും കാര്യങ്ങളൊക്കെ അതൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവർ കേസ് കൊടുത്തപ്പോൾ അവർ ചിലപ്പം ഇവർക്കെതിരെ നല്ല ഗുരുതരമായിട്ടുള്ള കേസും കാര്യങ്ങളും അവരുടെ പൈസ എത്രയും പോയിട്ടുണ്ടല്ലോ. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ ഇനി UK ഇനി എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും നമ്മളൊരു ഏജൻസിയെ കണ്ടുപിടിച്ച് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ
ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണോ, അല്ലെ അവർ പറയും മറ്റേ ഈ പരാതി കൊടുത്ത് അവർ പറയുന്നുണ്ട്, ആ സ്ത്രീ പറയുന്നുണ്ട് വേണേൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പോലും അവർ റെഡിയാക്കി തരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കള്ളത്തരം കാണിച്ച് ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളത് നോക്കി തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഈ പൈസ ഇടപാടുകൾ നടത്തുമ്പോൾ മാക്സിമം അക്കൗണ്ട് വഴി തന്നെ പൈസ അയക്കാനും, അതുപോലെ തന്നെ അവർ പറയും ഈ അക്കൗണ്ടിലോട്ട് ഇടുക, അല്ലെ ഇന്ന അക്കൗണ്ടിലോട്ട് ഇടുക. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പം നമ്മുടെ പൈസ ഒരു 1,00,000 ആണെങ്കിലും ഒരു 10,000 ആണെങ്കിലും അല്ലെ അത് 1,000 ആണെങ്കിലും അത് എത്രത്തോളം കഷ്ടപ്പെട്ടാൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ പൈസയ്ക്കുള്ള സുരക്ഷിതത്വം നമ്മൾ വരുത്തേണ്ടത്. അവർ പല അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളാണ് അത് അല്ലേ വേണ്ടെന്ന് വെക്കേണ്ടത്. കാരണം ഒരിക്കലും അങ്ങനൊന്നും നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാതെ നല്ല ഇതുണ്ടല്ലോ, അതായത് പഠിച്ചല്ലേ എക്സാമൊക്കെ പാസ്സായി അങ്ങനെയൊക്കെ എഴുതി വെളിയിലോട്ട് പോകുന്ന അവസരങ്ങളുണ്ടല്ലോ, അങ്ങനെ നോക്കുക. ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊതുവായിട്ടൊരു കാര്യം പറയാം. അതായത് നമ്മളിപ്പം UK-ലോട്ടാകട്ടെ അല്ലെങ്കിൽ ലണ്ടനിലോട്ടാകട്ടെ വെളിയിലോട്ട് അങ്ങോട്ട് പോകുന്നതിനെല്ലാം നല്ല പൈസയാണ്. അപ്പോൾ 10ഉം 25ഉം 40ഉം ഒക്കെ ലക്ഷം രൂപയാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളൊരു ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിച്ച് ചില പേപ്പറും കാര്യങ്ങളും ചിലരോട് പറയും നിങ്ങൾ 10ാം ക്ലാസ് പാസ്സല്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അതിന് ഇച്ചിരി പൈസ മുടക്കിയാൽ മതി, നമുക്കത് പാസ്സാക്കിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാവുന്ന. ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം നമ്മുടെ പൈസയാണ് ഒരുപാട് പോകുന്നത്. ചിലരത് ശരിയാക്കി ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും അത് പിടിക്കപ്പെടുന്നത്. ലാസ്റ്റ് നമ്മളെ ബാൻ ചെയ്യും, ഇത്ര വർഷത്തേന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് പല പ്രശ്നങ്ങളിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ, പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഏജൻസിയെ വിശ്വസിച്ച് പൈസ ഏൽപ്പിക്കുമ്പോൾ കറക്റ്റ് ആ പൈസ കൊടുക്കുന്നത് അക്കൗണ്ട് ത്രൂ തന്നെ ആയിരിക്കണം. അല്ലാതെ അവർ പറയും ഈ അക്കൗണ്ടിലോട്ട് ഇടാം, അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ട് ഞാൻ തരാം, എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടേണ്ട, GST അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പൈസ കൊടുക്കുമ്പോൾ നമുക്കാണ് അതിനൊരു ഉറപ്പ് വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും നമുക്കാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ അത്രയും 40 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഇച്ചിരി രൂപ GST കുറയും എന്നുള്ള ഒരു എളുപ്പവഴി നോക്കിയാൽ അത് നാളെ നമുക്ക് തന്നെ ആപത്താണ്.